ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് മുതൽ അടുത്ത ഞായറാഴ്ച വരെ ഇന്നിപ്പം ചൊവ്വാഴ്ചയാണ്. ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇടുന്നത് മേ ബി നിങ്ങൾ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ എല്ലായിരിക്കും കാണുന്നത്. ഇന്ന് മുതൽ ചൊവ്വാഴ്ച മുതൽ എനിക്ക് എൻ്റെ ഉർലോബ് സ്റ്റാർട്ട് ചെയ്തു. സോ ഈ ഒരു വീക്ക് എനിക്ക് വെക്കേഷനാണ്. അപ്പം ഇന്ന് ഇപ്പോൾ ഇവിടുത്തെ ഫാമിലീസ് എല്ലാം അവരുടെ പപ്പായെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അപ്പം അവരും ഒരു 25-ാം തീയതിയൊക്കെ വരത്തുള്ളൂ. അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഗൈസ്. അപ്പം ഞാൻ ഓർത്ത് ചുമ്മാ ഒരു വീഡിയോ എടുക്കാം. ഞാൻ നിങ്ങളെ ഞങ്ങളുടെ ഇവിടുത്തെ ടെറസിൽ ഉണ്ടായിരിക്കുന്ന ഇത് കാണിച്ചു തരാം. എന്തുവാ, മുന്തിരിങ്ങ. ഇതാണ് ഞങ്ങളുടെ ടെറസ്. ഇതുണ്ടോ ഗൈസ്, മുന്തിരിങ്ങയൊക്കെ പൂത്ത് ഗൈസ്. നല്ല മധുരം ഗൈസ്. അപ്പം എനിക്കിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു വീഡിയോ എടുക്കാം. പിന്നെ മറ്റേത് കുറച്ച് നീളമുള്ളത്, ഇതും കറക്റ്റ് ഉരുണ്ടത്, വേറെ വേറെ ടേസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന്. ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. അപ്പം എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്, എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ ഡ്രസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത്, ഡ്രസ്ഡൻ എങ്ങനെ എനിക്ക് അറിയത്തില്ല പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡ്രസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പം മേ ബി ഞാൻ അവളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ശനിയാഴ്ച ഞായറാഴ്ച പോവായിരിക്കും. അപ്പം അതേ ഉള്ളൂ എനിക്കിപ്പം ഉള്ള ഒരു പ്ലാനെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ എനിക്ക് ഇപ്പം ഔപ്പേർ നിൽക്കുന്നത് പോലെ തന്നെ എനിക്ക് എൻ്റെ ഇതിന് വേണ്ടിയിട്ട് നോക്കണമല്ലോ, FFJയോ അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടി നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കണമെങ്കിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിന് കുറേ മെയിലും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളും നോക്കണം. അപ്പോൾ കുറച്ച് പ്ലാൻസ് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് പാരീസ് വിസിറ്റ് ചെയ്യാം, പാരീസിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എൻ്റെ ബഡ്ജറ്റ് ഞാനിപ്പം സേവ് ചെയ്യുകയാണ്. കാരണം ഇപ്പം ഇൻ കേസ് എനിക്ക് ഹൗസ് ബിൽഡൊന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് FFJ നോക്കണം. അപ്പം വോണൂങ് നമുക്ക് ചിലവർ അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പം ഞാൻ തന്നെ വോണൂങ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കിനും മേ ബി എനിക്ക് ആദ്യം സെക്യൂരിറ്റി കൊടുക്കേണ്ട വരും, 1000 or 1500 euros അങ്ങനെ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് സേവ് ചെയ്യണം. സോ എനിക്ക് ഇപ്പം ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് എൻ്റെ കയ്യിലില്ല. സോ ഞാൻ ഇന്നിപ്പം രാവിലെ എണീറ്റ് ഞാൻ ഡോണറൊക്കെ തിന്നു. എനിക്ക് ചില സ്ഥലത്തെ ഡോണറൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്ന ഡോണറൊക്കെ കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ഗൈസ് എന്ത് നിങ്ങളോട് പറയണം, എന്ത് ചെയ്യണം ഇവിടെ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്, വിശേഷങ്ങളൊക്കെ അറിയാനും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് ഔപ്പേറിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന്. താങ്ക് യു സോ മച്ച്. അപ്പം അതിനകത്ത് ഒരു കുട്ടി എന്നോട് ചോദിച്ചായിരുന്നു എൻ്റെ റൂം ടൂറ് ചെയ്യുമോയെന്ന്. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ചുമ്മാ ഇരിക്കുമല്ലോ, ഒരു വീഡിയോ ചെയ്യാം, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ എൻ്റെ റൂമും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. കാരണം എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ അത്ര വലിയ അടിപൊളി സംഭവങ്ങളൊന്നുമല്ല. കാരണം ഈ വീട്ടിൽ ഒരു റൂം എനിക്കുണ്ട് സ്വന്തമായിട്ട്. അപ്പം അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം എൻ്റെ റൂമിലോട്ട് പോകാം, എന്നിട്ട് നമുക്ക് അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇതാണ് എൻ്റെ റൂം. ഇത് ഞാൻ ആദ്യം ഇവിടെ വന്നപ്പം എൻ്റെ ഗസ്റ്റ് മുട്ടർ എനിക്ക് വേണ്ടി എഴുതി വെച്ചാൽ ലീപെ അവന്തിക ഹെസ്ലിഷ് വെൽക്കോമൻ സു ഹൗസ് വാംലി വെൽക്കം അറ്റ് ഹോം അവന്തി കിങ്ഡം. പക്ഷെ ഞാൻ ക്യൂനാണ് ഗൈസ്. അപ്പോൾ ഉള്ള കിങ് വെട്ടി ക്യൂനാക്കി. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പം ഇതാണ് ഗൈസ് എൻ്റെ റൂം. ഞാൻ വലുതായിട്ട് വൃത്തിയാക്കിയൊന്നും ഇട്ടിട്ടില്ല. ബിക്കോസ് നിങ്ങൾക്കറിയാമല്ലോ, വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞതുകൊണ്ട് വൃത്തിയാക്കിയിട്ടാണ്. സോ ഞാൻ ഇട്ടിട്ടില്ല. ഇതൊക്കെയാണ് ഗൈസ്, നത്തിങ് മോർ. എനിക്ക്
എനിക്ക് കുറച്ച് സ്പ്രേയുടെ കളക്ഷൻസ്, ഐ മീൻ എന്ന് വെച്ചാൽ ഭയങ്കര ബ്രാൻഡഡ് ഒന്നുമല്ല, പക്ഷെ നല്ല മണം തോന്നുന്നത് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ കുറച്ച് എക്സ്പെൻസീവ്, ഐ തിങ്ക് €70 എങ്ങാണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതെൻ്റെ ഭഗവാന്മാർ, ഞാനിത് ഇത് കത്തിച്ചതിൻ്റെയാണ്. പിന്നെ ഇതെൻ്റെ കമ്മൽ കളക്ഷൻസ്. ഇതൊന്നുമല്ല, 2-3 പെട്ടി ഇങ്ങനത്തെ പല ഇതുണ്ട്, എനിക്ക് കമ്മലുകളുണ്ട്. പിന്നെ ഇതെൻ്റെ ചെറിയ കമ്മലുകൾ, ഇതെൻ്റെ വാച്ച്, ഇതെൻ്റെ കയ്യിലിടുന്ന സാധനങ്ങൾ, ഇത് കേളറ്. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ മെഡിക്കൽ കാര്യങ്ങളൊക്കെ ഞാൻ സൂക്ഷിക്കുന്നത് ഇവിടെയാണ്. ബിക്കോസ് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന്, ഓ മൈ ഗാഡ്, നശിപ്പിച്ച്. എന്നിട്ട് ഇവിടെയാണ് ഞാൻ ഈ മെഡിക്കൽ ഐറ്റംസൊക്കെ വെക്കുന്നത്. എന്തോ ഒരു അശകുനമുണ്ടെന്ന് തോന്നുന്നു. ക്ലോക്ക് താഴെ വീണ് പൊട്ടി ഗൈസ്. പൊട്ടിയില്ലെന്ന് തോന്നുന്നു, പൊട്ടിയില്ല. ഇവിടെ ഇരിക്കട്ടെ. അപ്പം എന്തേ, എനിക്ക് ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്, ഈ ഒരു ബാഗ്. പിന്നെ ഇത് രണ്ടുമാണ് എനിക്ക് ഇങ്ങനെ ഷോർട്ട് ബാഗായിട്ടുള്ളത്. പിന്നെ ഇതെൻ്റെ തലയിലിടുന്ന സാധനങ്ങൾ, ഇതെൻ്റെ മോതിരങ്ങൾ, പിന്നെ ഐ തിങ്ക് ഇതെന്തുവാ നോക്കട്ടെ, ഇതെൻ്റെ കമ്മലുകൾ, ചെറിയ ചെറിയ കമ്മലുകൾ. ഇനി ഇതെൻ്റെ ഫോണിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതെൻ്റെ സേവിങ് ബോക്സാണ്. പിന്നെ ഇത് പാഡും കാര്യങ്ങളും ഒക്കെ. ഇനി ഇത് കണ്ട ഒരു ബുദ്ധൻ്റെ നല്ലൊരു ലൈറ്റുണ്ട് ഗൈസ്, ഞാനത് ആദ്യം ഇടാൻ മറന്നുപോയി, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇവിടെയാണ് എൻ്റെ ജാക്കറ്റൊക്കെ കിടക്കുന്നത്. പിന്നെ ഇവിടെ എനിക്ക് എൻ്റെ അതായത് വാഷ് ചെയ്യുമ്പോൾ ഷവർ ചെയ്യുമ്പോഴത്തേക്കിനും ഉപയോഗിക്കുന്ന ടർക്കികളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ഇവിടെ എനിക്കിപ്പോൾ 3 ചെരുപ്പുകളാണുള്ളത്. ബാഗ് എൻ്റെ വെളിയിലാണ്, ഷൂവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് എൻ്റെ ഒരുങ്ങുന്ന സ്ഥലം. ആക്ച്വലി ഇതാണ് ഇവിടെ ഇരുന്നൊക്കെ നമുക്ക് ഒരുങ്ങാൻ പറ്റും, പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് ഒരുങ്ങാറില്ല. ഇതെൻ്റെ ശ്രുതി മോളാണ്. ഇത് ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് ഒരുങ്ങാറില്ല. എൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് ഇവിടെയാണ്. പിന്നെ സ്ട്രെയിറ്റ്നർ, പിന്നെ എൻ്റെ ഈ 2 ലിറ്ററിൻ്റെ വെള്ളം കുപ്പി. പിന്നെ ഇതാണ് എൻ്റെ വിശാലമായ ഒരാൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന ബെഡ്. പിന്നെ ഇവിടെ ഇരുന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോഴാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് വരുന്നത്, മനസ്സിലായോ? നല്ല ബാക്ക്ഗ്രൗണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ എനിക്ക് ഫർഷങ്കം കിട്ടിയതാണ്, ഞാൻ കൊണ്ട് തൂക്കിയത്. ഇവിടെയാണ് ഞാൻ ഒരുങ്ങുന്ന എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഒത്തിരി ഒന്നുമില്ല ഗൈസ്. പിന്നെ എൻ്റെ ബുക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ അവിടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ എനിക്ക് ഫർഷങ്കം കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കൊണ്ടുവന്ന് എൻ്റെ റൂം അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്ക് 1, 2, 3, 4, 5 ബാഗ് പ്ലസ് 2 ഇതും ഉണ്ട് എനിക്ക് ബാഗുകളെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു റൂമെന്ന് പറയുന്നത്. അങ്ങനെ വലിയ ഇതൊന്നും പറയാനില്ല. ഇവിടെയൊക്കെയാണ് ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും വെക്കുന്നത്. ഇവിടെയൊക്കെ ഞാൻ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. പിന്നെ എപ്പോഴും എൻ്റെ റൂമിൽ എപ്പോഴും എനിക്കൊരു ഇത് വേണം, വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ കാരണം എപ്പോഴും ഓർഡർ ചെയ്യുമ്പോഴത്തേക്കിനാണെങ്കിൽ എനിക്ക് എപ്പോഴും അടുക്കളയിലോട്ടോ അങ്ങോട്ടോ ഒന്നും പോകാൻ പറ്റത്തില്ല. സോ ഞാൻ എപ്പോഴും ഇവിടെ തന്നെ എൻ്റെ റൂമിലൊരു ഡസ്റ്റ്ബിൻ വെച്ചേക്കും. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത്ര ഉള്ളൂ ഗൈസ് എൻ്റെ ഒരു ഹോം ടൂർ എന്ന് പറയാൻ വേണ്ടിയിട്ട്. എനിക്കങ്ങനെ വലിയ സാധനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. സാധാരണയായിട്ട് ഒരു റൂമിൽ എന്തൊക്കെയാണോ, മേ ബി ഭാവിയിൽ ഇൻഷാല്ലാ ഞാൻ നല്ല എനിക്ക് വേണ്ടി ഒരു റൂം, എനിക്ക് വേണ്ടി ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഞാൻ മേടിക്കുവാണെങ്കിൽ എന്തായാലും അപ്പാർട്ട്മെൻറ്റിൻ്റെ ടൂറ് ഞാൻ കാണിച്ചിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ചെറിയ നല്ല കൊച്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. പിന്നെ എൻ്റെ റൂമിൽ ഇനിയും എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, ഞാനത് മേടിച്ച് വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ചീസി.